ഓം ശാന്തി. ഞാൻ പ്രകാശിക്കുന്ന നക്ഷത്രം, ശിവബാബയുടെ അതിസ്നേഹിയായ ആത്മാവാണ്. ഞാൻ ഭാഗ്യവിധാത ശിവഭഗവാന്റെ ഭാഗ്യവാനായ കുട്ടിയാണ്. ഞാൻ പദമാപദം ഭാഗ്യവാനാണ്. സ്വയം ഈശ്വരൻ പിതാവായി വന്നു എന്നെ പരിപാലിക്കുന്നു. ടീച്ചറായി പഠിപ്പിക്കുന്നു. സദ്ഗുരുവായി എന്നെ പാവനമാക്കി കൂടെ കൊണ്ടുപോകുകയാണ്. ശിവബാബ എനിക്ക് ഈശ്വരീയ പരിവാരം നൽകി. ഈ പരിവാരം സത്യയുഗി പരിവാരത്തെക്കാളും ശ്രേഷ്ഠമാണ്. മുഴുവൻ കൽപ്പത്തിലും ഈ സംഗമയുഗത്തിൽ മാത്രം ഈ പരിവാരത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ബാബ എന്നെ പാവനമാക്കി കൂടെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഞാൻ നിരന്തരം ഈ സന്തോഷത്തിലിരിക്കുന്നു. ഞാൻ പരിധിയില്ലാത്ത സമ്പത്തെടുക്കാൻ പഠിക്കുകയാണ്. ഇത് ഉയർന്നതിലും ഉയർന്ന പഠിപ്പാണ്. ഉയർന്നതിലും ഉയർന്ന ബാബ പഠിപ്പിക്കുകയാണ്. ഞാൻ സദാ ഈ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കുന്നു. ഈ പഠിപ്പിലൂടെ ഞാൻ ഭവിഷ്യ രാജധാനി പ്രാപിക്കുന്നു. സ്വർഗത്തിൻ്റെ രാജ്യ അധികാരിയാകുന്നു. ഞാൻ ഡബിൾ കിരീടധാരിയാകുന്നു. ഞാൻ പദമാപദം ഭാഗ്യവാൻ ആത്മാവാണ്. ഈ ഭാഗ്യത്തിൻ്റെ സ്മൃതിയിലിരുന്ന് ഞാൻ സദാ സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ശ്രേഷ്ഠ സംഗമത്തിൻ്റെ ഈ സ്വർണിമ സമയം ഞാൻ അനുഭവം ചെയ്യുകയാണ്. മനസ്സിൽ സദാ സന്തോഷത്തിൻ്റെ ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മയിലൂടെയും പഠിപ്പിലൂടെയും ഞാൻ ഡബിൾ കിരീടധാരിയാകുന്നു. അതിനാൽ ഞാൻ എൻ്റെ ലക്ഷ്യം മുന്നിൽ വെച്ച് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. ബാബ വിശ്വരചയിതാവാണ്.
ബാബ വന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നൽകി കുട്ടികളെ സന്തോഷിപ്പിക്കുന്നു. നിഷ്കാമ സേവാധാരിയാണ്. ഇരിപ്പിടം വാടകയ്ക്കെടുത്ത് ബാബ എന്നെ വിശ്വസിംഹാസനധാരിയാക്കുന്നു. സ്വയം സിംഹാസനത്തിലിരിക്കുന്നില്ല. കുട്ടികൾ ബാബയ്ക്ക് ജഡക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. ബാബ ജീവാത്മാവാകുകയില്ല. ബാബ സഹജമായ യുക്തികൾ പറഞ്ഞു തരുന്നു. ഇപ്പോൾ ദുഃഖധാമത്തെ ബുദ്ധിയിൽ നിന്നും എടുത്തു മാറ്റണം. സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്ന ബാബയെ ഓർമ്മിക്കണം. പാപം മുറിഞ്ഞ് വീണ്ടും സതോ പ്രധാനമാകണം. ബാബ എന്നെ ദുഃഖധാമത്തിൽ നിന്നും പുറത്തെടുത്ത് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ശാന്തിധാമത്തെ ഓർമ്മിക്കുന്നു. പിന്നെ പുതിയ ലോകത്തെ ഓർമ്മിക്കുന്നു. ബാബ എൻ്റെ നിഷ്കാമ സേവ ചെയ്യുന്നു. ബാബ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ജ്ഞാനസാഗരനാണ്. സുഖശാന്തിയുടെ സാഗരനാണ്. ഞാൻ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് ദേവതയായി മാറുകയാണ്. എനിക്ക് അനാദിയും അവിനാശിയുമായ പാർട്ടുണ്ട്. ബാബ എന്നെ അനേക തവണ വിശ്വത്തിൻ്റെ അധികാരിയാക്കി ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റി. ഇപ്പോൾ ബാബ വന്ന് എന്നെ ബാബയ്ക്ക് സമാനമാക്കി മാറ്റുന്നു. ഞാൻ ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകുന്നു. ഭാരതത്തെ പോലെ സമ്പന്നമായ മറ്റൊരു ദേശമില്ല. ഇതുപോലൊരു തീർത്ഥസ്ഥാനം മറ്റൊന്നുമില്ല. ബാബ എന്നെ ഡബിൾ കിരീടധാരിയാക്കി മാറ്റിയിരുന്നു. രാവണൻ പിന്നീട് 2 കിരീടവും നഷ്ടപ്പെടുത്തി. പിന്നീട് ബാബ വന്ന് പഠിപ്പിലൂടെയും ഓർമ്മയിലൂടെയും 2 കിരീടങ്ങളും നൽകുന്നു. ഗോഡ് ഫാദർ വന്ന് വഴികാട്ടിയാകുന്നു, മുക്തിയും നൽകുന്നു. ബാബ സത്യഖണ്ഡത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ഇതാണ് സ്വർഗം. പിന്നീട് അസത്യഖണ്ഡത്തിൻ്റെ സ്ഥാപന നടക്കുന്നു. എനിക്ക് ബാബയിലൂടെ ശക്തി ലഭിക്കുന്നു. മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. എനിക്ക് മുഴുവൻ ആകാശവും ഭൂമിയും
ലഭിക്കുന്നു. ബാബ എത്രയധികം സുഖമാണ് നൽകുന്നത്. ബാബയുടെ പേര് തന്നെ സുഖകർത്താവ്, ദുഃഖഹർത്താവ് എന്നാണ്. ബാബ ഇരുന്ന് കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ ഗതിയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. ശ്രേഷ്ഠ കർമ്മം ചെയ്യിപ്പിക്കുന്നു. ഞാൻ ചെറിയ ആത്മാവിൽ അവിനാശിയായ പാർട്ട് നിറഞ്ഞിരിക്കുന്നു. അത് ഒരിക്കലും നശിക്കില്ല. ഇതിനെ അനാദി അവിനാശി ഡ്രാമ എന്ന് പറയുന്നു. എന്നെ ഭഗവാൻ പഠിപ്പിക്കുന്നു. അതിനാൽ ഞാൻ നല്ല രീതിയിൽ പഠിക്കുന്നു. ഇങ്ങനെയുള്ള പഠിപ്പ് ഇനി 5000 വർഷങ്ങൾക്ക് ശേഷമേ ലഭിക്കുകയുള്ളൂ. ഈ ദുഃഖധാമത്തിൽ നിന്നും ബുദ്ധിയോഗത്തെ മാറ്റി പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യുന്ന ബാബയെ ഓർമ്മിക്കുന്നു. സതോ പ്രധാനമായി മാറുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലുമിരുന്ന് മനസ്സിൽ സന്തോഷത്തിന്റെ ഗീതം പാടുന്ന അവിനാശിയായ ഭാഗ്യശാലികളായി ഭവിക്കൂ. ഞാൻ ഭാഗ്യശാലിയായി അവിനാശി വിധിയിലൂടെ അവിനാശി സിദ്ധികൾ പ്രാപ്തമാക്കുന്നു. മനസ്സിൽ ഞാൻ എന്നതിൽ പരം ബാബ ബാബ എന്നുള്ളത് മാത്രമേ വരൂ. ഞാൻ എന്ത് സങ്കല്പം ചെയ്യുന്നുവോ അതിന്മേൽ അവിനാശി ഗവൺമെന്റിന്റെ സ്റ്റാമ്പ് വയ്ക്കുന്നു. എങ്കിൽ അചഞ്ചലമായിരിക്കും.